നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയാ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അവലോസ് പൊടി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കിയാലോ? അതിനായിട്ട് 1 കിലോ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ആ കുതിർന്ന് വന്നതിന് ശേഷം വെള്ളം വാരാനായിട്ട് വെക്കണം. വെള്ളം വാർന്നു പോയിട്ട് നമുക്കിത് തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കണം. 1 കിലോ ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് തരികളോട് കൂടി പൊടിച്ചെടുക്കാം. നൈസ് പൊടിയായി പോവാൻ പാടില്ല. ഈ 1 കിലോ പൊടിയിലേക്ക് നമുക്ക് 2 നാളികേരമാണ് വേണ്ടത്. ഇനി വലിയ നാളികേരമാണെങ്കിൽ 1.5 നാളികേരം എടുത്താൽ മതി. ഈ പൊടിയും നാളികേരവും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. ഇതൊരു മുക്കാൽ മണിക്കൂറോളം വെച്ചാൽ നന്നായിരിക്കും. കാരണം ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ആ പൊടിയിലേക്ക് ഇറങ്ങി പൊടിയിൽ പയ്യൊരു നനവ് അനുഭവപ്പെടണം. അപ്പോൾ അത്രയും നേരം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടകളൊക്കെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ കട്ടകളൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. ഞാനിവിടെ അരിവാൾ ഉപയോഗിച്ചിട്ടാണ് അവലോസ് പൊടിയൊക്കെ വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് ചട്ടുകം വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അരിവാളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കൈയൊക്കെ അങ്ങനെ വേദനയൊന്നും അനുഭവപ്പെടില്ല. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇത് വെച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചിറ്റിച്ച് ചിരിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് നടു ഒന്ന് കുഴിച്ച് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിടാതെ ഇങ്ങനെ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മൂത്ത് വരുംതോറും നമുക്ക് ഇളക്കി കൊടുക്കാനും എളുപ്പമാണ്. വേഗം വേഗം പൊടി നമുക്ക് ഉരുളിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കിട്ടും. അപ്പോൾ നമുക്ക് ഇളക്കാനും വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ചട്ടുകം വെച്ചിട്ട് ഇളക്കാൻ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അരിവാൾ വെച്ചിട്ട് ഇളക്കാനാണെങ്കിൽ ഇതുപോലെ നടുകുഴിച്ച് അരിവാൾ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലിൻ്റെയും ഇടയിലായിട്ട് നമ്മുടെ ഈ അരിവാളിൻ്റെ പിടി നമ്മൾ പിടിക്കണം. എന്നിട്ട് ആ 3 വിരൽ വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചിറ്റിച്ചു കൊടുക്കാം. ചിറ്റിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉരുളിയും അരിവാളും തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇരിക്കരുത്. അപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത് രണ്ടും തമ്മിൽ മുട്ടാതെ കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ അരുവത്തുനിന്നൊക്കെ തട്ടിക്കൊടുത്തും നടുവൊന്ന് കുഴിച്ച് ഇളക്കി കൊടുത്തും അങ്ങനെ നമുക്ക് നല്ല പോലെ ഇത് വേവിച്ചെടുക്കണം. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ശരിയായ പാകമെന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ പൊടി നല്ല പോലെ വെന്ത് വരിക. ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളറായില്ലേ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അവലോസ് ഉണ്ടയോ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള പിടിയോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാൻ രസം.